ആയോധന കല എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന ഒരു വിദ്യയല്ല. അത് തുടർച്ചയായി പഠിക്കുകയും അച്ചടക്കവും ആവശ്യമായ ഒരു ജീവിത യാത്രയുമാണ് ആയോധന കല എന്ന് പറയുന്നത്. പല വിദ്യാർത്ഥികളും വളരെ ആവേശത്തോടു കൂടി ക്ലാസ് തുടങ്ങും. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ ഒരു ഇടവേള എടുക്കും, കുറച്ച് ഒന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീടും അവർ തുടങ്ങാമെന്ന് കരുതി ക്ലാസ്സിൽ വരും. അതിൽ സംഭവിക്കുന്നത് ഒരിക്കൽ നിർത്തിയാൽ പഴയ ആ ഒരു നിലവാരത്തിലേക്ക് തിരിച്ചെത്താൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടതായിരിക്കും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2-3 ദിവസം 1 മണിക്കൂർ മാത്രം അവർ പരിശീലനത്തിന് മാറ്റിവെച്ചാൽ മതി. അതിലൂടെ കുട്ടികളിൽ അച്ചടക്കവും വളരെ ആത്മവിശ്വാസവും വർദ്ധിക്കും, ഏകാഗ്രത മെച്ചപ്പെടും. അതിന്റെ ഒരു നല്ല ഫലം അവരെ പഠനത്തിലും അവരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു ലക്ഷണം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ അക്കാദമിയിൽ നിന്നും SSLC +2 പരീക്ഷകളിലൊക്കെ വിഷയങ്ങളിൽ A+ നേടിയ നിരവധി വിദ്യാർത്ഥികൾ സ്ഥിരമായി പരിശീലനത്തിലും അതുപോലെ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തവരാണ്. അതുകൊണ്ട് കായിക പരിശീലനങ്ങൾ ഒരിക്കലും നമ്മൾ നിർത്താൻ പാടില്ല, തടസ്സമായി മാറുന്നില്ല. മറിച്ച് അത് അവർക്ക് ഒരു വലിയ പിന്തുണയും വലിയ ഒരു കാര്യവുമായി മാറും. പിന്നീട് എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, അവർ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്ന ഈ ഒരു കാലഘട്ടം കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു സമയമാണ്. ഈ സമയത്ത് അവർക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശവും നല്ല കൂട്ടായ്മയും ലഭിച്ചാൽ അവരുടെ ആ ഒരു ഭാവി വളരെ സുരക്ഷിതമായി മാറും. ഇവിടെ നമ്മൾ മാർഷൽ ആർട്സിലെ ഇപ്പൊ കുങ്ഫു ക്ലാസ്സുകളിൽ ഒരിക്കലും നമ്മൾ കുട്ടികളെ അവരെ അടിപിടിയല്ലല്ലോ പഠിപ്പിക്കുന്നത്. അത് അവർക്ക് ബഹുമാനവും വിനയവും അച്ചടക്കവും ആത്മനിയന്ത്രണവും ഉത്തരവാദിത്വ ബോധവും എന്നിവയൊക്കെ പഠിപ്പിച്ച് അവരെ വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള മക്കളാക്കി മാറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ്, കുട്ടികളെ വിഷയത്തിൽ നിന്നും ഒരിക്കലും ഇതിൽ നിന്നും അവരെ പിൻവലിക്കരുത്. അവർക്ക് നല്ല പ്രോത്സാഹനം നൽകുക. ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ ഒരു മണിക്കൂർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിക്ഷേപമായി മാറും. നമ്മുടെ കുട്ടികൾ അവർ ശക്തരാകട്ടെ, അച്ചടക്കമുള്ളവരാകട്ടെ, ആത്മവിശ്വാസത്തോടെ അവർ വളരട്ടെ, നല്ല മനുഷ്യരായി സമൂഹത്തിന് മാതൃകയുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.